നമസ്കാരം. സിനിമാ ലോകത്തിലേക്ക് വരാൻ സാധിച്ചതിൽ അങ്ങറ്റം സന്തോഷമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം സിനിമ എന്നൊരു മാസ്മരിക ലോകത്തിലേക്ക് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് എത്തിപ്പറ്റാൻ പറ്റില്ല. അതിലെത്തിപ്പെടണം എന്ന് വിചാരിച്ച് വളരെ ചെറുപ്പത്തിൽ മുതൽ ഈ സിനിമ പോസ്റ്ററുകൾ സംഘടിക്കുക, സിനിമ പാട്ടുപുസ്തകങ്ങൾ സംഘടിക്കുക, പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ മുമ്പിലൊക്കെ ഈ സിനിമയുടെ ചെറിയ ഒരു ഫ്രെയിം ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിന് പൈസ സംഘടിച്ച് അത് വാങ്ങിച്ച് ടോർച്ചിൽ വെച്ച് അടിച്ച് സിനിമ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിക്കാല വിനോദങ്ങൾ സിനിമ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സിനിമ കാണുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ലക്ഷ്യം. അത് കാണാനായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് നസീർ സാറായിരുന്നു, പ്രേം നസീർ സാറായിരുന്നു. അപ്പോൾ നസീർ സാറിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പം അത് കാണാനായിട്ട് വല്ലാതെ ആർത്തിയോടുകൂടിയാണ് ഇരിക്കുന്നത്. സാറിൻ്റെ പടം വരുന്നു എന്ന് കേൾക്കുമ്പോൾ മുതൽ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കും. പക്ഷേ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ കാശൊന്നും കിട്ടില്ല. അപ്പം ഞാൻ ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ അടുത്ത വീടുകളിൽ പോയിട്ട്, അച്ഛൻ ഒരു പത്രാധിപരായിരുന്നു, അച്ഛൻ ജേർണലിസ്റ്റാണ്, ദേശബന്ധു എന്നുള്ള പേപ്പറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത വീടുകളിൽ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു വിട്ടു, എനിക്ക് ഈ 2 ദിവസത്തെ പേപ്പർ വേണം എന്ന് പറഞ്ഞ് അടുത്ത വീടുകളിൽ നിന്ന് 2-3 പേപ്പറുകളൊക്കെ സംഘടിച്ച് ഇത് കൊണ്ടുപോയി വിറ്റിട്ടാണ് അന്ന് 50 പൈസ 60 പൈസയുടെ ടിക്കറ്റ് എടുത്ത് നസീർ സാറിൻ്റെ സിനിമകൾ കാണുന്നത്. അത് പല പ്രാവശ്യവും പിടിക്കപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ആ സിനിമയുടെ ഉള്ളൊരു എന്താ പറയുക, ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, ഇതെങ്ങനെയാണ് ഇത് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭൂതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ മോഡൽ സ്കൂൾ, ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്, തൈക്കാട് മോഡൽ സ്കൂളിലാണ്. അതിൻ്റെ താഴെ ചെങ്കച്ചൂള എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്നാണ് ഇഷ്ടിക എടുത്ത് സെക്രട്ടേറിയറ്റ് പണിഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ ചെങ്കൽ ചൂള എന്നുള്ള പേരുള്ള. അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞ് അത് കാണാനായിട്ട് ഞാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ആളും ബഹളവും ഒക്കെ ഉണ്ട്. ജെ.സി. സാറിൻ്റെ പടമാണ്. അന്ന് ആൾക്കാരെ തള്ളി മാറ്റുന്ന കൂട്ടത്തിൽ എനിക്ക് അവിടെ നിന്ന് അടി കിട്ടി. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പറയാതെ പോയതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നും കിട്ടി. അതാണ് എൻ്റെ ഷൂട്ടിംഗ് കണ്ട ആദ്യത്തെ എക്സ്പീരിയൻസ്. അങ്ങനെ ഇതുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെടാനായിട്ട് ഇങ്ങനെ ഒരു ചാൻസസും ഇല്ല. അപ്പം രാജീവ് നാഥ്, എൻ്റെ ഗുരുസ്ഥാനീയനായ അശോക് കുമാറിൻ്റെ സഹോദരൻ രാജീവ് നാഥ് ചേട്ടൻ എടുക്കുന്ന ഒരു പടം, അതിൻ്റെ ഷൂട്ടിംഗ് കാണാൻ പോവുക. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം മോഡൽ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് പാരിലാൽ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പം ഞാനും പാരിയായിട്ട് നല്ല സ്നേഹബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ കൂടെ പാരിയുടെ വീട്ടിൽ പോകും, പാരി എൻ്റെ വീട്ടിൽ വരും. അങ്ങനെയാണ് ഞാൻ ലാലുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. ആ വീട്ടിലെ ഒരു അമ്മയായാലും അച്ഛനായാലും ഞങ്ങളെയൊക്കെ ഒരു മക്കളെപ്പോലെ തന്നെയാണ് ലാലിൻ്റെ അമ്മയും അച്ഛനുമൊക്കെ ഞങ്ങളെ കണ്ടിരുന്നത്. അപ്പം വീട്ടിലെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ തൃക്കണ്ണാപുരം ആറ്റി കുളിക്കാൻ പോകുമ്പോൾ അമ്മയുടെ ശാസനയും ഇതൊക്കെ അതൊരു വഴി കൂടെ അത് നടക്കും. അങ്ങനെ പാരിയുടെ ഒരു ഇതിലാണ് തിരനോട്ടം എന്നുള്ളൊരു സിനിമയോടെ നമ്മൾ തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അശോക് കുമാർ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അശോകുമായിട്ട് ഇപ്പം രാജധാൻ്റെ ചേട്ടൻ്റെ പടങ്ങളുടെ ഇതിന് പോയി അശോകുമായിട്ട് ബന്ധമുണ്ട്, സുരേഷ് കുമാറുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഒരു എന്താ പറയുക, അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയോ വന്ന് ഭവിച്ചു. അങ്ങനെയാണ് പാച്ചലൂർ ശശി, അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തെയാണ് ആദ്യം നമിക്കേണ്ടത്. അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, തിരനോട്ടം. ഈ തിരനോട്ടത്തിൽ ഞാൻ സഹസംവിധായകനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. അങ്ങനെ അശോക് കുമാറിൻ്റെ കീഴിൽ ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നത്. അതിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു, സുരേഷ് കുമാർ, പ്രിയദർശൻ, ഞങ്ങളെല്ലാവരും ആ സിനിമയോടത്താണ് മുന്നോട്ട് വരുന്നത്. തിരനോട്ടം ഞങ്ങൾ വിചാരിച്ച പോലെ റിലീസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അത് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയി, പക്ഷേ അപ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലം കഴിഞ്ഞു, കളർ വന്നത് കാരണം അത് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ആ തിരനോട്ടം കഴിഞ്ഞിട്ട് പിന്നെ എന്താവും, എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാതെ നടക്കുന്ന കാലത്ത് ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാടൊക്കെ ഒന്നും നടന്നില്ല. പല വാതിലുകളും മുട്ടി നോക്കി ഒന്നും ശരിയാവാതെ വന്ന ആ സമയത്താണ് വേറെ 2-3 പടങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം എനിക്ക് സഹസംവിധായകനായിട്ട് ചെയ്യാൻ പറ്റി. കൂലി ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് കുമാറിൻ്റെ പൂച്ചക്കൊരു മൂക്കുത്തി
അത് പ്രിയദർശൻ ആദ്യം ചെയ്യുന്ന പടം. അപ്പോഴത്തേക്ക് ലാൽ ഒരു വിധം മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കൾ വന്ന് മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളിൽ വന്ന് അപ്പോൾ സുരേഷ് കുമാറിൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ലാലിൻ്റെ ഫോട്ടോ എടുത്ത് ചോറ് വെച്ച് ഒട്ടിച്ച് കവറിൽ ഒട്ടിച്ച് അത് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു വിടുന്നത്. അങ്ങനെ ലാലിന് കിട്ടി. ലാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ പോയി അഭിനയിച്ച് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് നേരെ വരുന്ന ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ കൂടുന്നു. അവിടെ വെച്ച് ലാൽ ആ ചെയ്ത ഭാഗം കാണിക്കുന്നു. അപ്പം ആ ലാലിന് സെലക്ഷനും കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു സന്തോഷമായി. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇതായല്ലോ. അപ്പം പൂച്ചക്കര മൂക്കുത്തി കഴിഞ്ഞു. പ്രിയന് പിന്നെ ഓർഡർ ദാമോ ആളറിയാം, അയൽവാസി ഒരു ദരിദ്രവാസി, അങ്ങനെ പ്രിയന് ഒരുപാട് പടങ്ങൾ കിട്ടിത്തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പൂച്ചക്കര മൂക്കുത്തിക്ക് മുമ്പ് ഞാൻ ആർക്കിടെക്ട് മഹേഷിൻ്റെ ഓഫീസിൽ ബിസിനസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റാത്ത കാരണം വേറെ പിന്നെ ഫർദറായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഫിലിമുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ഉണ്ടായില്ല. അപ്പം മഹേഷിൻ്റെ ഓഫീസിൽ ജോലി എന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ഷെഡ്യൂൾസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ പാരി കാണാനായിട്ട് വീട്ടിൽ പോകുന്നു. പാരിയെ കണ്ടിട്ട് ഇറങ്ങുന്ന ലാലുണ്ട് അവിടെ. ലാൽ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ഒരു പടം പ്ലാൻ ചെയ്യും, നമുക്ക് ചെയ്യാതെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ലാലിൻ്റെ ആ വാക്കാണ് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇവിടെ ഇരിക്കാൻ എന്നെ അനുഗ്രഹം ഉണ്ടായത്. ലാലിൻ്റെ ഒരൊറ്റ വാക്കാണ്, അണ്ണ ഒരു പടം ഞാൻ ഡേറ്റ് തരാം, ഇപ്പം പിന്നെ നമുക്ക് ഔട്ട്റേറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എൻ്റെ ഒരു ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂട്ടറും പടം ഫുൾ ഔട്ട്റേറ്റ് എടുക്കാൻ തയ്യാറാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വളരെ തുച്ഛമായ എമൗണ്ട് മുടക്കിയാൽ മതി, ബാക്കി ഡിസ്ട്രിബ്യൂട്ടർ തരും. അവർ പറയുന്ന ഇതിൻ്റെ അകത്ത് ഫിലിം തീർത്ത് അവർക്ക് കൊടുക്കണം. അതാണ് കണ്ടീഷൻ. അങ്ങനെ ഫിലിം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയുള്ള കഥകൾ കാര്യങ്ങൾ സംഘടിക്കാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് ഞാൻ ഈ മഹേഷിൻ്റെ തന്നെ ഒരു സ്ഥാപനമാണ് ട്രാൻസ്റ്റാബ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്. അപ്പോൾ ട്രാൻസ്റ്റാബിൻ്റെ അതിൽ ഞാൻ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കെൽട്രോണുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ഞങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് സ്റ്റെബിലൈസേഴ്സ് മാർക്കറ്റ് ചെയ്യുന്നത് കെൽട്രോണാണ്. അവർ കെൽട്രോണിൻ്റെ ലേബിൾ ഒട്ടിച്ച് അവർ മാർക്കറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് കിരീടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിനേഷ് പണിക്കരാണ്. അപ്പം അങ്ങനെ ഞാൻ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിന് പോകുമ്പോൾ ദിനേഷ് ഞാനുമായിട്ട് ഈ സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ വന്നപ്പോൾ ദിനേഷ് ഡയറക്ടർ അമ്പിളിയെ വെച്ചൊരു പടം ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദിനേഷും ഇതിലേക്ക് വരുന്നത്. അപ്പം ഈ ആദ്യം ഒരു കഥയുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്, വല്യമ്മയുടെ മകനാണ് വേണു നാഗവള്ളി. അപ്പം ഞാൻ വേണിച്ചേട്ടൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പം വേണിച്ചേട്ടൻ പറഞ്ഞു, അച്ഛൻ്റെ കയ്യിലൊരു നല്ല കഥയുണ്ട്, അതായത് നാഗവള്ളി RS കുറുപ്പ് ഒരു കഥയുണ്ട്, അത് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ കഥ അതിനെക്കുറിച്ച് ഒരു ഇതുണ്ടായി കാര്യങ്ങൾ, അത് ചെയ്യാനുള്ള തീരുമാനം ചെയ്യാമെന്ന് ഒക്കെ വിചാരിച്ചു. കഥ കേട്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ ആ കഥയിൽ എനിക്ക് വലിയൊരു തൃപ്തി തോന്നിയില്ല. കാര്യം അത് ഒരു പീരീഡാണ്, അതായത് ഒരു പഴയ കാലത്തുള്ള ഒരു സിനിമയാണത്. അപ്പോൾ അത് ലാലിനെ വെച്ച് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളതിനോട് എനിക്കൊരു അത്ര അങ്ങോട്ട് അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സിബി മലയിലിനെ കാണാനിടയായത്. സിബി മലയിലും ലോഹിദാസും കൂടെ അന്ന് തിരുവനന്തപുരത്ത് അമൃതയിൽ ഉണ്ടായിരുന്നു. അന്ന് സിബിയായിട്ട് ഉള്ള ഒരു ബന്ധം കൂടെ എൻ്റെ കൂടെ പറഞ്ഞാലേ ഇത് മുഴുവിപ്പിക്കാൻ പറ്റുള്ളൂ. പൂച്ചക്കര മൂക്കൂത്തി എന്നുള്ള സിനിമയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൂച്ചക്കര മൂക്കൂത്തിയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് സിബി മലയിൽ. സിബി മലയിലും പ്രിയനും തമ്മിൽ നവോദയയുടെ അവിടെ വെച്ചുള്ള സൗഹൃദമാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു പടം ചെയ്യാൻ തീരുമാനിക്കുകയും സിബി അസോസിയേറ്റ് ആവുകയും പ്രിയൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തതാണ് പൂച്ചക്കര മൂക്കുത്തി. അപ്പം ആ പൂച്ചക്കര മൂക്കുത്തിയിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ സിബിയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഞാനും സിബിയായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടാകുന്നത്. സിബി ഞാൻ കാണാനായിട്ട് പോയപ്പോഴത്തെ സിബിയായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സിബി എനിക്ക് ഇങ്ങനൊരു ഓഫറുണ്ട്, നമുക്ക് അപ്പം ഇങ്ങനെ ഇതുണ്ട്, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ സിബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലോഹിദാസ് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെന്ന റൂമിൻ്റെ കഥ തുറക്കുമ്പോൾ ഒരു കയ്യിലൊക്കെ കൊടുത്ത് വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു അല്പം വണ്ണമൊക്കെ ഉള്ളൊരു മനുഷ്യൻ. അങ്ങനെയാണ് ഞാൻ ലോഹിയുടെ ഒരു രൂപം എൻ്റെ മനസ്സിലുള്ളത്.
അപ്പോൾ ലോഹിയെ ഞങ്ങളിരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലിൻ്റെ ഒരു ഇതാണ്, ഇങ്ങനെ ഒരു പ്രോജക്റ്റാണ്. അപ്പം ലോഹി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് അച്ഛനെ അടിക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മകൻ, അവൻ അച്ഛനെ രക്ഷിക്കാനായിട്ട് ചാടി ഇറങ്ങിയും ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കഥയാണത് എന്ന്. അപ്പോൾ ആ കഥ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അതിൻ്റെ അകത്തൊരു എലിമെൻ്റ് ഉണ്ട്. ഞാൻ വലിയ ഒരു ഈ കഥയൊക്കെ കേട്ടാൽ ഉടനെ അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്ത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞു. ഇതിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നി ആ കഥയിൽ. കാര്യം ഏതൊരു അച്ഛനെ ഏതൊരു മകനും അച്ഛന് ഇല്ലെങ്കിൽ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒരു ദോഷം വരുന്ന കണ്ടു കഴിഞ്ഞാൽ ചാടി വീഴും. അപ്പോൾ അതിൻ്റെ അകത്തൊരു സത്യസന്ധത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും കിരീടം തുടങ്ങുന്നത് തന്നെ ഒരു അച്ഛൻ്റെ സ്വപ്നത്തിൽ നിന്നാണ്. അച്ഛൻ്റെ സ്വപ്നത്തിൽ മകൻ SI ആയിട്ട് വന്നിട്ട് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നിടത്തുനിന്നാണ് സിനിമയുടെ തുടക്കം തന്നെ. ആ അച്ഛൻ്റെ സ്വപ്നങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുന്ന ഒരു സിനിമയാണ് കിരീടം. അപ്പം മകന് സൊസൈറ്റിയിലൊരു ഗുണ്ടയായിട്ട് മാറുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ തന്നെ വേറൊരു വലിയൊരു ഇപ്പം എന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് കിരീട ഉണ്ണി എന്നാണല്ലോ. പക്ഷേ അതിനൊരു ടൈറ്റിൽ ഞങ്ങൾ കണ്ടുവച്ചു. അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് അന്ന് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിലാണ് ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ ഫോമും ഒക്കെ വരുത്തി അത് ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതിൽ പേര് വരെയൊക്കെ എഴുതി വെച്ചു. അപ്പോൾ മമ്മൂട്ടിക്കയുടെ മുക്തി എന്നുള്ളൊരു പടത്തിന് വേണ്ടിയിട്ട്, അതും ലോഹിയാണ് എഴുതുന്നത്, അതിനു വേണ്ടി ലോഹി കിരീടം എന്നാണ് ആ മുക്തി എന്നുള്ള പടത്തിന് പേരിട്ടത്. അപ്പം മമ്മൂട്ടിക്ക് പറഞ്ഞു, ഇതൊന്നും ശരിയാവില്ല, അത് ഒരു രാജാക്കന്മാരുടെ കൂട്ടൊക്കെയുള്ള എന്താണെന്നൊക്കെ വിചാരിക്കും, കിരീടമൊന്നും വേണ്ട, വേറൊരു പേരിടാൻ പറഞ്ഞു. അങ്ങനെ മുക്തി എന്ന് ആ പടത്തിന് പേരിട്ടു. അപ്പോൾ ഈ കഥ ലോഹി എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മൂട്ടി സമ്മതിച്ചില്ല കിരീടം എന്നിടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോഹി കിരീടം നമ്മുടെ പടത്തിന് ഇട്ടാൽ എന്താ കുഴപ്പം? നമ്മുടെ പടത്തിന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പേരിനെക്കാട്ടിലും നല്ല പേരല്ലേ കിരീടം, അയാൾക്കൊരു മുൾക്കിരീടം കിട്ടുന്നതല്ലേ, അതായിരിക്കില്ലേ നല്ല. എന്താ സിബി പറഞ്ഞു, ലോഹി പറഞ്ഞു അത് ആലോചിക്കാവുന്ന കാര്യമാണ്. എന്നാൽ അതിനാദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന പേര് ഗുണ്ട എന്നാണ്. എന്നിരുന്ന് ഇന്ന് എന്നെ ഗുണ്ട ഉണ്ണിന്നേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നിമിത്തമാണ്. അതുകൊണ്ട് അത് മാറി കിരീടം എന്നുള്ള പേര് വന്നു, കിരീട ഉണ്ണിയായി. അപ്പം ഈശ്വരാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഒരു സിനിമയ്ക്ക് ഒരു ഈശ്വരാനുഗ്രഹമുള്ളൂ. ഇന്ന് ആ കിരീടം എന്നുള്ളൊരു പടം അത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ വരെ ഇന്നൊരു ടൂറിസ്റ്റ് വില്ലേജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ പറ്റിയത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ അതിനേക്കാളും ഏറ്റവും വലിയ കാര്യം, എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ലാലിൻ്റെ സഹോദരനോടുള്ള ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ എനിക്കൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞ മോഹൻലാൽ ആണ് ഞാൻ നമിക്കുന്നത്. കാര്യം എനിക്ക് തിരിച്ച് ലാലിന് ആ വർഷത്തെ എൻ്റെ പടത്തിൽ നിന്ന് തന്നെ മോഹൻലാലിന് സ്പെഷ്യൽ മെൻഷൻ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പറ്റി. അത് എനിക്ക് കിട്ടിയ അടുത്തൊരു സന്തോഷമാണ്. കാര്യം എന്നെ വിശ്വസിച്ചെന്ന ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ, ഞാനല്ല, ലാൽ തന്നെയാണ് അതിൻ്റെ അഭിനയം കൊണ്ട് ആ കിരീടം നേടിയത്. എങ്കിലും ഞാനൊരു നിമിത്തമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ കിരീടത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് പലരും നെറ്റിച്ചൊളിച്ചു. കാര്യം മോഹൻലാലിനെ പോലെയുള്ള ഒരു ക്യാരക്ടർ ഈ സിനിമയുടെ അവസാനം പരാജയപ്പെടുന്നത് ലാലിൻ്റെ ഇമേജിനെ ബാധിക്കും. ലാൽ ഒന്നാമതിപ്പം നല്ല രീതിയിൽ നിൽക്കുകയാണ്, ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുകയാണ്. അപ്പം നെഗറ്റീവായി പോകും അത്. അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഒന്ന് മാറണം, ഇല്ലെങ്കിൽ ലാൽ അതിൽ നിന്ന് വേറൊരു രീതിയിൽ ലാൽ ജയിച്ചു വരുന്നതായിട്ടുള്ള രീതിയിലുണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും ശിവയും ലോഹിയും ഒരു കാരണവശാലും ഇതിൽ നിന്നൊരു ഫ്രെയിം പോലും മാറ്റിയിട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായില്ല. കാര്യം അതിനുവേണ്ടി ഞാനും ഇതിൻ്റെ കഥ പറയുന്നത് പിന്നെ ലാൽ ഇരുന്നിടത്തുനിന്ന് ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടാണ് ആ കഥയിൽ അത്രയും മാത്രം ഇൻവോൾവ് ചെയ്തത്. അപ്പം എൻ്റെ പാർട്ട്ണറായിരുന്ന ആൾക്ക് ദിനേശ് പണിക്കർക്ക് പോലും അതിനോട് യോജിക്കാൻ പറ്റിയില്ല. ഈ സബ്ജക്റ്റ് നമുക്ക് മാറ്റാം, കാര്യം ലാൽ തോറ്റുപോയാൽ പടത്തിനെ അത് ബാധിക്കും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കഥ നോക്കാം. അതല്ലാതെ ഈ കിരീടം എന്നുള്ള ഒരു സിനിമയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലാലിൻ്റെ തോൽവി തന്നെയാണ്. ഇതാണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ലാൽ അതിനോട് എഗ്രി ചെയ്ത് നിന്നതുകൊണ്ട് മാത്രമാണെന്ന് നടക്കാൻ ഇടയായത്. ഞങ്ങളതിൽ നിന്ന് പിന്മാറാനും തയ്യാറായില്ല. ലാൽ പറഞ്ഞ് ചെയ്യാം. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമ്മളൊരു ക്യാരക്ടറിൻ്റെ സത്യസന്ധതയാണ് നോക്കേണ്ടത്. അത് തോൽവി, ഒരു നായകന് തോൽവി വന്നുകൂടാ എന്ന് പറയാൻ പറ്റില്ല. നായകൻ ജയിക്കേണ്ട നായകൻ മാത്രം ആയിക്കൂടാ.
അങ്ങനെ ഇതിൽ അച്യുതൻ നായരുടെ സ്വപ്നങ്ങൾ മുഴുവനും തകർത്ത് കളഞ്ഞു എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാലിൻ്റെ. പക്ഷേ സത്യസന്ധത എന്താണ് അതിൽ? അച്ഛനെ തല്ലുന്നത് കണ്ടുകൊണ്ട് ചാടി വീണതാണ്. അയാളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അയാൾ നഷ്ടപ്പെടുത്തി. അയാളുടെ ദേവി, അയാൾ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി നഷ്ടപ്പെട്ടു. അയാളുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ആ കഥയുടെ സത്യസന്ധത അതായിരുന്നു. ആ സത്യസന്ധതയിൽ നിന്ന് പിന്മാറാതെ നിന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നല്ല സിനിമ മലയാള സിനിമയുടെ ലോകത്തിലേക്ക് നൽകാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ആ ഒരു ഡേറ്റ് കൊണ്ട് ബിസിനസ് നടക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് 27 ലക്ഷം രൂപയാണ് സെവൻ ആർട്സ് വിജയകുമാർ ഓഫർ ചെയ്തത്. അന്ന് ഒരു സിനിമ നിർമ്മിക്കാൻ 27 ലക്ഷം രൂപയേ ആയുള്ളൂ. 27 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റി. പക്ഷേ 24 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഞങ്ങൾ ആ പടം ഇത് തീർക്കാൻ സാധിച്ചു. വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ എൻ്റെയും പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ചിലവായുള്ളൂ. കാര്യം ഇതിൻ്റെ അകത്ത് അഭിനയിച്ച പലരും എൻ്റെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചില്ല. കാര്യം പലരും ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. നമ്മുടെ മണിയമ്പിള്ള രാജു, സുധീർ, ജഗദീഷ്, ഇവർ രണ്ടുപേരും എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. പിന്നെ കൊച്ചൻ ഹനീഫ ആയാലും ശരി, ബാക്കി അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വന്നുള്ളൂ. പാർവതി എൻ്റെ റിലേറ്റീവ് ആയിരുന്നു, അശ്വതി, അതുകൊണ്ട് അവൾ വാങ്ങിച്ചില്ല. പിന്നെ ലാലന് വളരെ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തുള്ളൂ. അങ്ങനെ ഈ സിനിമയായിട്ട് സഹകരിച്ച എല്ലാവരും വളരെയധികം കോപ്പറേറ്റ് ചെയ്താണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇതിൽ ഞങ്ങൾ അതിലെ മെയിൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിന് വേണ്ടി പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ് തെലുങ്കിലെ ഏറ്റവും വലിയൊരു വില്ലൻ ഉണ്ടായിരുന്നു. പുള്ളി അത് ചാമരത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് ബുക്ക് ചെയ്തത്. അദ്ദേഹത്തിന് ബുക്ക് ചെയ്തു, 10,000 രൂപ അഡ്വാൻസ് അയച്ചു കൊടുത്തു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അദ്ദേഹം തെലുങ്കിൻ്റെ ഒരു പടത്തിന് ആയിട്ട് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് തെലുങ്ക് പടം വിട്ടിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു. അത് കാരണം നമുക്ക് പുതിയ ഒരാളെ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അന്ന് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, സിവിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കിരീടത്തിൽ വർക്ക് ചെയ്ത കല അടൂർ. കല പറഞ്ഞു, കലയ്ക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാൾ വരാൻ പറയട്ടെ എന്ന് ചോദിച്ചു. വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ അമ്മൂയിൽ പോയി കാണുന്ന സമയത്ത് ഇയാളുടെ രൂപവും 6 അടി പൊക്കവും, അപ്പോൾ ഇതിനകത്ത് ഈ ലോഹി എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്, 6 അടി പൊക്കം, കറുത്ത പൂച്ചയെ കണ്ടാൽ അതിനെ കൊന്ന് അതിൻ്റെ രക്തം കുടിക്കും, അങ്ങനെ ഒരു ഭീകര രൂപത്തെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളെ, അതേപോലത്തെ ഒരാൾ ഒരു ഫ്രഷ് ഫേസ് ആണെങ്കിൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ തന്നെ കീരിക്കാടൻ മോഹൻരാജിനെ അതിൻ്റെ അകത്ത് കീരിക്കാടൻ ജോസായിട്ട് ആണ് അദ്ദേഹം വന്ന് അഭിനയിച്ചത്. അപ്പം അതിൻ്റെ അകത്ത് ഫൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ലാലിന് നല്ല ചവിട്ടുകൾ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. ഫൈറ്റിൻ്റെ കോൺസെപ്റ്റ് മുഴുവനും തെറ്റിച്ചിട്ടാണ് മോഹൻരാജ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം മോഹൻരാജ് നേരത്തെ ഫൈറ്റ് ചെയ്ത് അറിയില്ല, മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. ലാൽ തന്നെ പറഞ്ഞു, ഇയാൾ എന്നെ വല്ല കല്ലവാനും ചവിട്ടുന്നുണ്ട്, ഇയാളുടെ നേരെ ചൊവ്വ ഒന്നും കൂടെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ നിവൃത്തിയില്ല, അയാൾക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ലാൽ നന്നായിട്ട് അടി വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ഫൈറ്റ് സീക്വൻസ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നിമിത്തങ്ങളാണിതൊക്കെ. അങ്ങനെ ഒരാൾ വരാനും ആ കീരിക്കാടൻ ജോസിനെ ഭയങ്കരമായിട്ട് ജനം അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചതും ഒക്കെ ഞങ്ങളുടെയൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണത്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം അച്യുതൻ നായർ എന്നുള്ള ക്യാരക്ടർ തിലകൻ ചേട്ടന് വേണ്ടി ചെയ്യാനായിട്ട് ഞങ്ങൾ കൺഫേം ആക്കി. പാലക്കാടാണ് ഞങ്ങൾ ആദ്യം ലൊക്കേഷൻ ഫിക്സ് ചെയ്തത്. അങ്ങനെ ഞാനും സിവിയും ക്യാമറാമാനും എല്ലാവരും, എസ് കുമാറും ഞങ്ങളെല്ലാവരും കൂടെ പാലക്കാട് പോയി ലൊക്കേഷൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ 2-3 ലൊക്കേഷൻസ് എല്ലാം ഫൈനലൈസ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽ വേണമായിരുന്നു. ഹോസ്പിറ്റലിന് അന്ന് ജിജി തോമസൺ അവിടെ കളക്ടറാണ്. ജിജി തോമസണും ഞാനും ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ ജിജിയെ വിളിച്ച് പറഞ്ഞ് അത് അവിടെ ചെയ്യിപ്പിച്ച് തരാൻ ജിജി സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ജിജിയായിട്ടൊക്കെ ഇരുന്ന് പല കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് ആൾമോസ്റ്റ് എല്ലാം ഫൈനലൈസ് ചെയ്തു. അപ്പോഴാണ് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. തിലകൻ ചേട്ടന് തിരുവനന്തപുരം വിട്ട് വരാൻ പറ്റില്ല. കാര്യം
ഇവിടെ 2 ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചാണക്യനും മറ്റൊന്ന് വർണ്ണവും. ഈ 2 ചിത്രവും തിരുവനന്തപുരത്ത് തന്നെയാണ് ലൊക്കേഷൻ. അപ്പോൾ തിലകൻ വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളത് മാറിക്കോളൂ, എനിക്ക് അവിടെ പാലക്കാട് വന്ന് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പാലക്കാട് നിന്ന് ലൊക്കേഷൻ ട്രിവാൻഡ്രത്തേക്ക് മാറ്റുക. അങ്ങനെ പെട്ടെന്ന് ട്രിവാൻഡ്രത്തിലേക്ക് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേമത്താണ് കുമാറിൻ്റെ വീട്, ക്യാമറാമാൻ. അപ്പോൾ അതിൻ്റെ പരിസരത്തായിട്ടാണ് ഈ വെള്ളായണി കായൽ, ആ പാലം, അതെല്ലാം വന്നത്. CK സുരേഷാണ്. അപ്പോൾ അങ്ങനെ CK സുരേഷും ഞങ്ങളൊക്കെ പോയി കണ്ട് അത് ഫൈനലൈസ് ചെയ്യുന്നു. പിന്നെ വെള്ളയമ്പലം എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ സ്ഥലമാണ് വെള്ളയമ്പലം. വെള്ളയമ്പലത്താണ് രാമപുരത്ത് ഇവർ ട്രാൻസ്ഫറായി വരുന്ന വീട്, അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്ത് കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ആദ്യത്തെ വീട് ഷൂട്ട് ചെയ്യുന്നത്. അച്യുതൻ നായരുടെയും കുടുംബത്തിൻ്റെയും ആദ്യത്തെ വീട് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ട്രിവാൻഡ്രവും പരിസരവുമായിട്ട് ഞാൻ ചെയ്യുന്നു. പള്ളിവേട്ട എന്ന് പറഞ്ഞ നെടുമങ്ങാടിനടുത്തുള്ള ആര്യനാട്, പള്ളിവേട്ട എന്നുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പം തന്നെ ആര്യനാട് ഒരു ആല് ഉള്ള സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ ഫൈറ്റ് നടക്കുന്നത്. അച്ഛനെ അടിക്കുന്ന കണ്ടുകൊണ്ട് മോഹൻലാൽ ചാടി വീഴുന്നത്. അത് കിരീടം ജംഗ്ഷനായിട്ടാണ് അതിപ്പോൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കിരീടം പാലം, ആ കിരീടം പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് വില്ലേജായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കിരീടം എന്നുള്ളൊരു സിനിമ നേടിത്തന്നു.